ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. മുഹമ്മദ് സ്വാഗതമാണ്. നമ്മളെ കുറേ റേഗൻ ഫ്രൂട്ടിൻ്റെ നല്ല റോസ് കളറായിട്ടുള്ള നല്ല മധുരമുള്ള റേഗൻ ഫ്രൂട്ടിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ തണ്ടുകൾ മുറിച്ച് പാകിട്ടിരുന്നു. അപ്പോൾ ഒക്കെ വേര് വന്നേക്കണം. അപ്പോൾ അത് മുഴുവൻ നമുക്ക് ചെറിയ കീസയിലേക്ക് ആക്കണം. ഒക്കെ പൊടിക്കൽ തുടങ്ങിയിരിക്കണതാ, ഒക്കെ പൊടിപ്പ് തുടങ്ങി. കുറേ സ്ഥലങ്ങൾ ഉണ്ടാവും അവിടെ പൊടിക്കണതാണ്. ഒക്കെ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ വേര് വന്നുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇതാണ്ടില്ലേ, ഇതൊക്കെ വേര് വന്നതാണ്. ഇതിൻ്റെ റൂട്ടിങ്സ് വന്ന് നല്ല റെഡിയായി നിൽക്കണം. അപ്പോൾ നമുക്ക് എടുക്കൽ ആവശ്യമാണ്. എടുത്ത് വേറെ കീസിയിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ അതിൽ നല്ല വ്യത്യാസം പൊടിപ്പൊക്കെ ആയതേ ഇവിടെ നിന്ന് വെച്ച് ഇവിടെ പാകി കൊടുത്തതാണ്. അപ്പം ഇനി എന്നത് മുഴുവൻ കീസിയിലോട്ടാക്കേണ്ട ഒരു വീഡിയോ ആണ്. ആവശ്യക്കാർക്ക് ആരെങ്കിലുമൊക്കെ റേഗൻ ഫ്രൂട്ടിന് കൂടുതൽ സ്ഥലങ്ങളൊന്നും വേണ്ട. വലിയ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വെള്ളം കുറവാണ്. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക. വലിയ വളത്തിൻ്റെ ആവശ്യമില്ല. വളപ്പൊടി അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇട്ടിട്ടുണ്ടായാലും നമുക്ക് നല്ലോണം കായർത്ത്. ഇപ്പോൾ ഇവിടെ കായ്ച്ചിരുന്നു, കൊല്ലം 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ കുറേ കായ്ച്ചു. നല്ല മധുരമുള്ള, നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്നവരല്ല, മധുരം എന്ന് പറഞ്ഞാൽ മധുരം തന്നെ, നല്ല ഉഷാറുള്ള മരം. അതും നമ്മൾ മറ്റുള്ള ജൈവവളമൊന്നും ഇടാതെ ഉണ്ടാക്കിയതാണ്. ഒരു മരണ്ട് ഇവിടെ കാണിച്ചു തരാം. 3-4 പോസ്റ്റിലുണ്ട്. ഇതുണ്ടേ, ഇവിടുന്ന് കട്ട് ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ കൊല്ലം നല്ലോണം കായ്ച്ചിരുന്നു. കായ്ച്ചൊക്കെ അറുത്ത് കഴിഞ്ഞ് ഇപ്പോൾ 2ാമത് പൂവ് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ കായ്ച്ചു. നല്ല ഉഷാറായിട്ട് കായ്ക്കുന്ന ഇതിനാണ് റോസ് കളർ ആയിട്ടുള്ള. അപ്പോൾ ആരെങ്കിലൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിലേക്ക് നടക്കണം. അതിനുള്ള പൊട്ടി ചെറുതായിട്ടുള്ള മണ്ണാണ്, വളക്കൂറുള്ള നല്ല മണ്ണ്. ഇത് വളമ്മ മണ്ണും കമ്പോസ്റ്റ് എല്ലാം പാടെ മിക്സാക്കിയിട്ടുള്ള മണ്ണിൽ ആദ്യം കുമ്മായൊക്കെ ഇട്ട് റെഡിയാക്കിയ മണ്ണാണ്. ഒരു 19ഓളം കീസപ്പതിന് വേണം നമുക്ക്. അപ്പോൾ അത് നടക്കുന്നൊരു പരിപാടിയാണ്. അതിലേക്ക് പറിച്ച് വെക്കുക. നമ്മൾ 10 പണ്ണം പറിച്ചു കിട്ടാം. 10 പണ്ണം പറിച്ചത് നമുക്ക് റോബേറ്റിലേക്കാണ് നടുകയാണ്. അവിടെ വെച്ച് കൊടുത്തിട്ട് വളമുള്ള മണ്ണ് കൊണ്ട് ഇട്ട് കൊടുത്താൽ നടന്നോളും. നമുക്ക് കീസുണ്ട് ഒഴിവാക്കാൻ നേരെ നടണ്ടി വന്നാലേ നട്ടുകൊടുത്താൽ മതി. നടാനോ നല്ല മുള്ളുണ്ട് കേട്ടോ, ചെറിയൊരു തരം മുള്ള്.
ഇത്രയായി. ഓക്കെ, ഇനിയുണ്ട്. ഇനി ഗീസ് ഒപ്പിച്ചിട്ട് വേണം മണ്ണ് നിറക്കണം. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളെ പരിപാടി ഇത്രയും കീസയിലാക്കി. നമ്മൾ തൈകളെ ഒക്കെ വേര് വന്നതാണ്. ഇപ്പോൾ ഒക്കെ പൊടിക്കൽ തുടങ്ങി. പൊടിക്കൽ ഇതേമാതിരി പൊടിപ്പിന് വന്നു കഴിഞ്ഞാൽ കാണുന്നുണ്ടാവും. അതായത് പുതിയ പുതിയ ശീലങ്ങൾ വന്നാണ്. ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് മുളച്ച് വന്നിട്ടുള്ളത്. നമുക്ക് ഇനി കാലുമൊക്കെ നേരാണ്ട് കെട്ടിക്കൊടുത്താൽ ഉഷാറായിട്ട് ഒരു കൊല്ലം കൊണ്ട് തന്നെ, ചിലപ്പം ചിലതൊക്കെ 6 മാസം കൊണ്ട് തന്നെ ഏകരം കയറി കഴിഞ്ഞാൽ വേഗം കായ്ക്കും. ഒരു കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കൽ തുടങ്ങും. വള്ളി മേലാണ് മാറിയണം. അല്ലെ കാല് കൊടുത്ത ടൈം ഒരു ടയറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമ്പുകളൊക്കെ വെച്ച് കെട്ടിയിട്ട് പന്തലാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രാഗൺ ഫ്രൂട്ട് പൈസ കൊടുത്ത് വാങ്ങണ്ട. കുട്ടികൾക്ക് ആവശ്യമുള്ള പൂതിക്കുള്ളത് വീട്ടിൽ നിന്ന് തന്നെ അറുത്തെടുക്കുക. നാച്ചുറലായിട്ടുള്ള, അല്ല ജൈവവളം മറ്റുള്ള വളങ്ങളൊന്നും ഇടാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മറ്റു വീഡിയോയുമായി എല്ലാവരും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല വെയിലാണ്. ഇനി വെയിൽ വേണമെന്നല്ലോണം, നല്ല വേഗം പൊടിച്ച് ഇതാവുള്ളൂ. അപ്പോൾ അതിനൊക്കെ പെട്ടെന്ന് ഗീസിയിലേക്ക് മാറ്റാൻ കാരണം അവിടെയാണ്. അവിടെ ലേശം പേരക്ക തൈയൊക്കെ പാടെ മുളച്ചിട്ട്, പേരക്കൻ്റെ സീഡ് ഇതിലിട്ടിരുന്നു. അതായത് മുളച്ച് പൊന്തിക്കൊണ്ടൊക്കെ പേരക്കൻ്റെ തൈകളാണ്. പേരക്ക തൈ നല്ല പേരൻ്റെ തൈകളാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരിലൊക്കെ പരമാവധി ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലതായിട്ട്. അസ്സലാമു അലൈക്കും.